നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഞാൻ ഈ കരിയർ ടോക്കുകൾക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒത്തിരി കുട്ടികളെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ സൈബർ സെക്യൂരിറ്റിയും എത്തിക്കൽ ഹാക്കിങ്ങും ഒക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ മേഖലയിലെ 2 വിദഗ്ധര് ഈ വീഡിയോയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് സംവദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ മേഖലയിലെ അവസരങ്ങൾ, അല്ലെങ്കിൽ എന്തു പഠിക്കാം, ആർക്ക് പഠിക്കാം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ മേഖലയിൽ ഒരു പ്രമുഖ ട്രെയിനിങ് സ്ഥാപനമായ IPSR Solutions Ltd. അതിന്റെ CEO ആയിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്ന ഡോക്ടർ മെൻഡസ് ജേക്കബ് ജോയിൻ ചെയ്യുന്നുണ്ട്. UK-യിലും കാനഡയിലും US-ലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള വാലിൻ ടെക്നോളജീസിന്റെ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ മെൻഡസ് ജേക്കബ്. അപ്പം അദ്ദേഹത്തോടൊപ്പം ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് IPSR Solutions Ltd. തന്നെ ഈ മേഖലയിലെ, പ്രത്യേകിച്ച് ഈ എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ലിനക്സ്, ഈ മേഖലയിലൊക്കെ ട്രെയിനിങ് ഹെഡ് ആയിരിക്കുന്ന, ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഹെഡ് ആയിരിക്കുന്ന മിസ്റ്റർ സെൻ ജോണും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ പ്രവർത്തന പരിചയമുള്ള, വിദേശത്ത് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഈ സെന്നിൽ നിന്നും കൂടി ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവരിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട്, ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമസ്കാരം മെൻഡസ് സർ. നമസ്കാരം സെൻ. വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. ഓക്കെ. എന്റെ ആദ്യത്തെ ചോദ്യം മെൻഡസ് സാറിനോടാണ്. സാറേ, ഈ സൈബർ സെക്യൂരിറ്റി അല്ലെ എത്തിക്കൽ ഹാക്കിംഗ്, ഇത് ഒത്തിരി പിള്ളേര് എന്നോട് ചോദിക്കാറുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇത് എന്താണ് എന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശരിയാണ്. ഈവൻ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഹാക്കിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി. അതൊരു ക്രൈസാണ് പിള്ളേർക്ക്. അതുപോലെ തന്നെ ഇപ്പം പല വിധത്തില് ഇപ്പം ഡിഗ്രി കഴിഞ്ഞവർ അല്ലെ ബിടെക് പഠിക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കാറുണ്ട് സെക്യൂരിറ്റി പഠിക്കണം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലെ എത്തിക്കൽ ഹാക്കർ ആകണം. അപ്പൊ ആക്ച്വലി ഒരു ലേമാന്റെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഇന്ന് നമുക്കറിയാം സെക്യൂരിറ്റിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. പല കമ്പനികളും അവരുടെ ഡേറ്റ സെക്യൂർ ആകാനായിട്ട് ട്രൈ ചെയ്യും. അതോടൊപ്പം തന്നെ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം യുദ്ധമൊക്കെ നടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻഫോർമേഷൻ അത് ലീക്ക് ചെയ്യാതിരിക്കാനായിട്ട് രാജ്യങ്ങൾ അവരുടെ ഡേറ്റ സെക്യൂർ ആക്കാനായിട്ട് ഒരു സെക്യൂർ എൻവയൺമെന്റിലായിരിക്കും അവരത് ചെയ്യുക. അപ്പം ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സെക്യൂർ എൻവയൺമെന്റ് ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത് സിമുലേറ്റ് ചെയ്തിട്ട് ചില എൻവയൺമെന്റ് സിമുലേറ്റ് ചെയ്തിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യുവാണ്, ഇത് സെക്യൂർ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എത്തിക്കൽ ഹാക്കേഴ്സ് ചെയ്യുന്നത് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഡേറ്റ സെക്യൂർ ആണോ, അല്ലെ സിസ്റ്റം സെക്യൂർ ആണോ, അല്ലെ നെറ്റ്വർക്ക് സെക്യൂർ ആണോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ജോലി എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നത്. അതാണ് എത്തിക്കൽ ഹാക്കേഴ്സിന്റെ ജോലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് ആകാൻ, അല്ലെ എത്തിക്കൽ ഹാക്കർ ഒക്കെ ആയി മാറാനായിട്ട് എന്തായിരിക്കണം പഠിക്കാനുള്ള വിവിധ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും? അതൊന്ന് സൂചിപ്പിക്കാം. സൈബർ സെക്യൂരിറ്റിയിൽ ധാരാളം കോഴ്സുകളുണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ബിടെക് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ഉണ്ട്. BCA കഴിഞ്ഞവർക്ക് BCAയുടെ കൂട്ടത്തിൽ തന്നെ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പിന്നീട് MSc അല്ലെങ്കിൽ PG പ്രോഗ്രാം MTechനൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റുഡൻസ് UK-യിലും ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് പലരും IT-യിൽ എടുക്കുന്ന അവരുടെ പ്രിഫേർഡ് കോഴ്സ് ഇതാണ് MSc സൈബർ സെക്യൂരിറ്റി. അപ്പൊ അങ്ങനെ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള സെക്യൂരിറ്റി കോഴ്സസ് ഉണ്ട്. എന്നാൽ അത് കൂടാതെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന ഇപ്പൊ IPSRനെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നടത്തുന്ന കോഴ്സിനകത്ത് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. അതായത് ഒരു 3 to 6 months കൊണ്ട് അവരെ ഒരു സെക്യൂരിറ്റി പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻസീവ് ട്രെയിനിങ് ആണ് ഇവിടെ വരിക. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വരും. അതായത് റിയൽ ടൈം എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്ന വിധത്തിൽ ടാസ്കുകളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മളെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. 2 വിധത്തിലുള്ള ട്രെയിനിങ് ഇന്ന് അവൈലബിൾ ആണ്. ഇതിനകത്തൊരു പാഷനുള്ള ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക്
ഏതെങ്കിലും ഒരു ട്രെയിനിങ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ അതിന് പോയിട്ട് കുറച്ചൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ ഇന്ന് ജോബ് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ സെന്നിനോട് ചോദിക്കാം. സെന്ന് ഈ IPSRലെ ട്രെയിനിങ്ങിന്റെ ഒക്കെ, പ്രത്യേകിച്ച് ഈ ലിനക്സ് ട്രെയിനിങ് ഒക്കെ ഹെഡ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഈ IPSRല് ഈ സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാം. ഓക്കെ സാർ. ഓക്കെ സാറ് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ സൈബർ സെക്യൂരിറ്റി ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡേറ്റ എത്രമാത്രം സെക്യൂർ ആയിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് കീപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ എമർജിംഗ് ടെക്നോളജീസ് ഉള്ള കാലഘട്ടത്തിൽ ലൈക്ക് ക്ലൗഡ് കണ്ടെയ്നറൈസേഷൻ അതുപോലെ ഡിഫറെന്റ് ടെക്നോളജീസ് ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഡേറ്റ എവിടെയാ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഡാറ്റ ആയിരിക്കുന്നത്. ഇപ്പൊ മജോറിറ്റി ടെക്നോളജീസും റൺ ചെയ്യുന്നത് ലിനക്സ് ബേസിലാണ്. അപ്പൊ നമ്മുടെ ഈ കോഴ്സിനകത്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിനക്സുമായിട്ട് എങ്ങനെ പരിചയപ്പെടാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ RHES കോഴ്സാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ലിനക്സ് എന്താണ്, ലിനക്സിന്റെ ബേസിക് കമാൻഡ്സ്, ബേസിക് അഡ്മിനിസ്ട്രേഷൻ, അതിനുശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്മാർട്ട് വർക്ക് ആണ് കൂടുതൽ വേണ്ട ഹാർഡ് വർക്കിനേക്കാളും. അപ്പൊ അത് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം ഈ ആക്ടിവിറ്റീസ് എല്ലാം, അതിനുവേണ്ടി നമ്മൾ ആൻസിബിൾ പഠിപ്പിക്കുന്നു. റെഡ് ഹാറ്റ് തന്നെ ആൻസിബിൾ ടെക്നോളജീസ് ഉപയോഗിച്ച് ഈ മാനുവൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് ഏത് എൻവയോൺമെന്റ്, ക്ലൗഡ് എൻവയോൺമെന്റ് ആണോ അതോ ഫിസിക്കൽ ഡാറ്റാ സെന്ററിലാണോ. കൂടുതലും ക്ലൗഡ് എൻവയോൺമെന്റിലാണ് നമ്മുടെ ഡാറ്റ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ക്ലൗഡ് ലൈക്ക് AWS, അഷ്യൂർ പോലുള്ള ടെക്നോളജിയുമായിട്ട് പരിചയപ്പെടുക, അതിനകത്തുള്ള ടെക്നോളജീസ് ടൂൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതാണ് നെക്സ്റ്റ് ലെവലിൽ പോകുന്നത്. അതിനുശേഷം സൈബർ സെക്യൂരിറ്റി ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എത്രമാത്രം സെക്യൂർ ആണെന്നുള്ളത് നമ്മൾ ഡിഫറെന്റ് ടൂൾസ് ഉപയോഗിച്ച് മനസ്സിലാക്കും. അപ്പൊ മെൻഡസാറ് സൂചിപ്പിച്ചു ഇതൊരു 4 to 6 months കോഴ്സ് ആണെന്നല്ലേ. ഈ 6 months കൊണ്ട് ഇതെല്ലാം നമുക്ക് പൂർണ്ണമാവോ, എങ്ങനെയാണ്? അതെ. അപ്പൊ ഫസ്റ്റ് 2 months അതായത് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ലിനക്സ് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. അതാണ് മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഓട്ടോമേഷൻ. അപ്പൊ അത് ഫസ്റ്റ് 2 months ലിനക്സ്, ഒരു 1 month ഓട്ടോമേഷൻ, അതിനുശേഷം ക്ലൗഡിന് വേണ്ടി 1 to 2 months എടുക്കുന്നു. പിന്നെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് സൈബർ സെക്യൂരിറ്റി കോഴ്സിന്റെ കൂടെ തന്നെ ഡിഫറെന്റ് അസൈൻമെന്റ്സ്, യൂസ് കേസസ്, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മുടേതായ എൻവയോൺമെന്റിൽ, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വിർച്വൽ എൻവയോൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ടെസ്റ്റിംഗ് ചെയ്യുന്നു, സ്റ്റുഡൻസിന് അസൈൻമെന്റ്സ് കൊടുക്കുന്നു. ആ രീതിയിൽ അവർക്ക് ഈ ഒരു ഏരിയയിൽ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ IPSR ഓഫർ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഇത് പഠിക്കാനായിട്ട് എലിജിബിലിറ്റി എന്തായിരിക്കും? ഒരു BTechോ അല്ലെ MCO ഒക്കെ കഴിയണമെന്നുണ്ടോ, അതോ ഒരു സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഒരു +2 കഴിഞ്ഞവർക്ക് വരെ ഇതിലേക്ക് വരാനായിട്ടുള്ള അവസരമുണ്ടോ? ഓക്കെ, നല്ല ചോദ്യമാണ്. അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ഇതിനകത്ത് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരാള് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളില്ല. അപ്പൊ ആ ഒരു നോളജ് മാത്രം മതി. കാരണം ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ ഈ സൈബർ സെക്യൂരിറ്റി ടൂൾസ് അതിന്റെ എൻവയോൺമെന്റ് മനസ്സിലാക്കാൻ വേണ്ടത്, അതെല്ലാം ഫ്രം ദ സ്ക്രാച്ച്, അതായത് ലിനക്സ് തൊട്ട് തന്നെ ഈ കോഴ്സിനകത്ത് നമ്മൾ കവർ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിയെ പറ്റിയുള്ള പ്രീ റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് മാത്രം മതി, ബാക്കിയൊന്നും ഇവിടെ പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ അടുത്തത് മെൻഡസാറിനോടൊരു ചോദ്യം. സാർ, ഈ മേഖലയിലെ ഓപ്പർച്യൂണിറ്റി പൊതുവെ എന്തൊക്കെയാണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ? അതായത് ഈ സൈബർ സെക്യൂരിറ്റി അല്ലെ എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചാൽ എന്തൊക്കെ തൊഴിൽ അവസരങ്ങൾ അവിടെ മുമ്പിലുണ്ട്, ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഇന്ന് IT ജോബ്സിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന്റെ ആ ഒരു പ്രൊഫൈല്. നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനും വളരെ ക്രിട്ടിക്കലാണ് അവരുടെ ഡാറ്റ സെക്യൂർ ആക്കുക എന്നുള്ളത്. പല വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെനട്രേഷൻ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സിൽ ഒരു പെനട്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അപ്പൊ അവിടെ ഒരു സ്റ്റുഡന്റ് ചെയ്യുന്നത് ഒരു പെനട്രേഷൻ ടെസ്റ്റർ ആയിട്ട് കരിയർ ഏറ്റെടുക്കുന്ന ഒരാൾ അവർ എത്തിക്കൽ ഹാക്കിംഗ് എക്സസൈസസ് നടത്തുന്നു, സൈബർ അറ്റാക്സ് സിമുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു കൂടുതൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ. അപ്പോൾ അത് വെബ് ആപ്ലിക്കേഷനിലാകാം, നെറ്റ്വർക്സിലാകാം, സിസ്റ്റത്തിലാകാം, എവിടെ വേണേലും ആ സെക്യൂർ എൻവയോൺമെന്റ് അവർക്ക് സെറ്റ് ചെയ്യേണ്ടി വരും.
അതുപോലെ തന്നെ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം അവിടെ സ്റ്റുഡൻസ് ഇത് വർക്ക് ചെയ്യുകയാണ്. സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ മോണിറ്ററിംഗ് നടത്തേണ്ടത്, അതിന്റെ ആ സെക്യൂരിറ്റി എൻവയറമെന്റിൽ അതിന്റെ അനലൈസിങ് നടത്തേണ്ടത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇൻസിഡൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് അവരായിരിക്കണം. സെക്യൂരിറ്റി കൺസൾട്ടന്റ് ആയിട്ട് അതുപോലെ വർക്ക് ചെയ്യാം. അത് കുറച്ചുകൂടി അടുത്തൊരു ലെവലാണ്. അതുകൂടാതെ ഈ വൾണറബിലിറ്റി റിസർച്ചറായിട്ടൊക്കെ ഫ്രീലാൻസർ ആയിട്ട് പോലും സ്റ്റുഡൻസ് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കോളേജുകളിലൊക്കെ പഠിക്കുന്ന ചില സ്റ്റുഡൻസ് പോലും ചില റിവാർഡുകൾ വാങ്ങിക്കാറുണ്ട്. അത് മൾട്ടിനാഷണൽ കമ്പനികൾ, വെൻഡേഴ്സ് ആയിട്ടുള്ള, ഇപ്പം മൈക്രോസോഫ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള കമ്പനികളുടെ അവരുടെ സിസ്റ്റത്തിലുള്ള വൾണറബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നു. ബഗ്സ് ഐഡന്റിഫൈ ചെയ്ത് അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇന്ന് പേ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ന്യൂസൊക്കെ വായിക്കാറുണ്ട്, 1 കോടി രൂപ കിട്ടി, റീസെന്റ് ആയിട്ട് 1 കോടി രൂപ ഒരാൾക്ക് കിട്ടി. അപ്പം ഈവൻ സ്റ്റുഡൻസിന് ഇതിനകത്ത് ഒരു താല്പര്യം, ഒരു പാഷനുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ ഒരു നോളജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിതിനകത്ത് ഒരു റിസർച്ച് നടത്തി ഇങ്ങനെ ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു സൊസൈറ്റിക്കുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. അവരുടെ സെക്യൂരിറ്റി ഗ്യാപ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഏൺ ചെയ്യാനും സാധിക്കും. ഈവൻ ഈ പോലീസിന്റെ സൈബർ ഡോമിലൊക്കെ അല്ലെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഒത്തിരി ഗവൺമെന്റ് മേഖലയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സർവീസസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും അല്ലെങ്കിൽ എയർഫോഴ്സിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലെ വളരെയധികം ആവശ്യമുണ്ട്. സൈബർ ക്രൈംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അത് ഐഡന്റിഫൈ ചെയ്യാനും. അപ്പൊ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവരുടെ താല്പര്യം അനുസരിച്ച് സ്റ്റുഡൻസിന് ഇത് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ IPSRൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ പ്ലേസ്മെന്റ് സപ്പോർട്ട് ആയിരിക്കും നൽകുക, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. IPSRന്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും പ്ലേസ്മെന്റിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ പഠിക്കുന്ന ഓരോ സ്റ്റുഡന്റിനും അവരുടെ ഒരു പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പുറത്തേക്ക് പോകാവുള്ളൂ. അതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പൊ ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സിന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. കാരണം സൈബർ സെക്യൂരിറ്റി മാത്രമല്ല, അവർക്കിപ്പോൾ ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ് ആയിട്ടോ വേണേൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇനി ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ സെൻ പറഞ്ഞ പോലെ ഇപ്പൊ സെക്യൂരിറ്റിയിലും ഡെവ്സെക്കോപ്സ് എന്ന് പറഞ്ഞ പുതിയ ഏരിയ വന്നിട്ടുണ്ട്. അപ്പൊ ഡെവോപ്സ് ആണ് എമർജിംഗ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ വിധത്തിലാണ്. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അപ്പൊ ആദ്യത്തെ ലെവൽ അതാണ്. അത് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ജോബ് സെർച്ച് തുടങ്ങാം. കമ്പനികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് IPSRന്റെ പ്ലേസ്മെന്റ് ഡിവിഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ ഇന്റർവ്യൂവിനും മുമ്പ് ഇവരെ മെന്റർ ചെയ്യും. എങ്ങനെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഗൈഡൻസ് കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. പ്ലേസ്ഡ് ആകുന്നവരെയാണ് ഇവിടെ സപ്പോർട്ട് കൊടുക്കുക. അവർ വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവർക്ക് പ്ലേസ്ഡ് ആകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മെന്ററിങ് കൊടുക്കും. റെസ്യൂമി കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ട്രെയിനിങ്ങും എല്ലാ ടിപ്സും ഇവിടുന്ന് കൊടുക്കും. അങ്ങനെ സ്റ്റുഡൻസിനെ നമ്മൾ പ്ലേസ്ഡ് ആകുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ കോഴ്സിന്റെ ഡെലിവറി എങ്ങനെയായിരിക്കും? IPSRന്റെ എല്ലാ സെന്റേഴ്സിലും ഈ കോഴ്സ് അവൈലബിൾ ആണോ? ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. കോഴ്സിന്റെ ഒരു പ്രത്യേകത, ഇത് ആദ്യത്തെ ലെവൽ വരുമ്പോൾ ഇച്ചിരി ലൈറ്റ് ആണ്. പിന്നെ മുമ്പോട്ട് പോകും തോറും അത് കുറച്ചുകൂടെ എന്താ പറയുക ഡീപ്പായിട്ട് പോകും. പ്രത്യേകിച്ച് സെക്യൂരിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറെ ഫൗണ്ടേഷൻസ് അവർ ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നത്. സാധാരണ നമ്മൾ ഒരു പാഷനോടുകൂടി ഒരു സ്റ്റുഡന്റ് വരുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇത് പോകേണ്ടത്. എന്നാൽ ഇതൊരു ക്രേസ് ആയിട്ട് ഒരു ഹോബി ആയിട്ട് എടുക്കുന്ന സ്റ്റുഡൻസ് സെക്യൂരിറ്റിയിൽ ഒരു ജോബിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ആദ്യത്തെ ലെവലിലുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ ബ്രാഞ്ചിൽ അവൈലബിൾ ആണ്. എന്നാൽ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ കോഴ്സ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. എന്ന് വെച്ചാൽ 10-20 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടന്റ് ആയിട്ട് പല സ്ഥലത്തും ഉള്ളവർ. അത് ഗ്ലോബൽ ആയിട്ടാണ്, ഇന്ത്യ മാത്രമല്ല പുറത്ത് വർക്ക് ചെയ്യുന്നവരും ആ സെക്ഷൻസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ കോഴ്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. അവർക്ക് വിർച്വൽ ലാബ്സ് അവൈലബിൾ ആയിരിക്കും. ഇതുപോലെയുള്ള സിനേറിയോ വിർച്വൽ ആയിട്ട് അവർക്ക് അവൈലബിൾ ആണ്. അവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെന്നിനോടാണ് അടുത്ത ചോദ്യം. ഇപ്പൊ ഈ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ ChatGPT മയമാണല്ലോ. ഈ ഒരു സൈബർ സെക്യൂരിറ്റി അല്ലെ എത്തിക്കൽ ഹാക്കിംഗ് മേഖലയിൽ ഈ ChatGPTക്കൊക്കെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളുടെ ഈ കോഴ്സിന്റെ അകത്ത്, അതായത് ഈ ലേണിംഗ് പ്രൊസീജിയറിന്റെ അകത്ത് ChatGPT പോലുള്ള ടൂൾസ് നല്ല രീതിയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ChatGPT പോലുള്ള ടൂൾസിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള റിക്വയർമെന്റ്സിന്റെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ട്രബിൾസിന്റെ സൊല്യൂഷൻ
ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. സോ ചാറ്റ് GPT പോലുള്ള ടൂൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ യൂസ് കേസസ് കിട്ടും. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് എസ്പെഷ്യലി ഇതൊരു സെക്യൂരിറ്റി റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് പലരും പല രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താലും ഏതൊക്കെ രീതിയിൽ അറ്റാക്സ് വരാം. ഇപ്പം ഞാൻ നേരത്തെ സാറിന് സൂചിപ്പിച്ചതുപോലെ എമർജിംഗ് ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ രീതിയിൽ പ്ലാറ്റ്ഫോമിന്റെ ആ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ യൂസ് കേസസ് എങ്ങനെയാണ്, അത് നമ്മൾ കോഴ്സിനകത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മറ്റുള്ളവർ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ച് ഈ ഒരു ഏരിയയിലോട്ട് അറ്റാക്സ് വരാം, അത് നമ്മൾ മാത്രം നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഉള്ള നോളജ് പോരായിരിക്കും. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അത് ഓൾറെഡി ഈ ചാറ്റ് GPT പോലുള്ള ടൂൾസിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് കേസസ് ആയിട്ട് അവൈലബിൾ ആണ്. ആ സിനാരിയോ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ നമ്മൾ ഒരു ടീമായിട്ട് തിരിച്ചിട്ട് ഒരു ടീം ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ള ടീമിന് അത് ചലഞ്ചായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു ടീമുകൾ തമ്മിൽ ചലഞ്ചായിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ടൂൾസ് ലൈക്ക് ചാറ്റ് GPT, ഗൂഗിൾ ബാറ്റ്, ഈ ഒരു കോഴ്സിനെ ജസ്റ്റ് ഇംപ്ലിമെന്റേഷൻ മാത്രമല്ല, ടൂൾസ് യൂസേജ് മാത്രമല്ല, ഇൻ റിയൽ സിനാരിയോസ് ഏതൊക്കെ രീതിയിൽ അറ്റാക്സ് വരാം, ഏതൊക്കെ സിനാരിയോസിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കി എടുക്കാനും ഈ പറയുന്ന ടൂൾസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സാർ. അപ്പൊ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ഇപ്പം ഇത് കൂടുതലും ഓൺലൈൻ ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നമ്മളുടെ ഈ വിദേശ ഓഫീസുകളുണ്ട്, ഇപ്പൊ UK-യിലും US-ലും കാനഡയിലും ഒക്കെ ഉള്ള. അപ്പൊ അവിടെ നിന്നുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുമോ? അതും കൂടി ഒന്ന് സാർ സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഗ്ലോബൽ ആയിട്ടാണ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പം UK അല്ലെ കാനഡയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, കൂടുതലും സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർക്ക് ഇന്റേൺഷിപ്പ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും തിയറിറ്റിക്കൽ നോളജ് ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ജോബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്കേജ് ആയിട്ട് ഇത് അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റുഡൻസ് അവിടെ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിവേ, താങ്ക് യു സർ, താങ്ക് യു മെന്ന സാർ, താങ്ക് യു സെൻ ഫോർ ദിസ് ഇൻഫർമേഷൻ. വളരെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ആയിരുന്നു. എനിവേ, താങ്ക് യു ഫോർ ദിസ് വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു. ഓക്കെ. അപ്പൊ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന IPSR Solutions Ltd.മായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കേരളത്തിലുള്ള ട്രെയിനിങ് സെന്ററുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പൊ IPSRന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അപ്പം IPSR ടീമിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.